അപ്പോൾ ഈ ഐഡൻറ്റിറ്റി പോളിറ്റിക്സിന് കൈകാര്യം ചെയ്യാൻ മാധ്യമങ്ങൾക്ക് ഒന്ന് ഭയമുണ്ട്, രണ്ടാമത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു വൈരുദ്ധ്യങ്ങൾ കാണുന്നത്. ആ ഒരു തുടക്കത്തിൽ അത് വിമർശന രീതിയിൽ പോയിട്ട് അവസാനം അവർ തന്നെ അതിൻ്റെ ഒരു ആ പ്രോബ്ലത്തിൻ്റെ ഒരു ഭാഗമായി മാറുക. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സൊല്യൂഷന് പകരം നമ്മൾ ഇത് മീഡിയ ബിക്കംസ് എ പ്രോബ്ലം റാദർ ദാൻ പോസിബിൾ സൊല്യൂഷൻ എന്നുള്ള രീതിയിലേക്ക്. ഭരണകൂടത്തെ നിശിതമായി വിമർശിക്കുന്ന മാധ്യമങ്ങളെ ശരിപ്പെടുത്താനും വേട്ടയാടാനും തുനിഞ്ഞിറങ്ങിയ ഭരണകൂടത്തിന്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് ഒരുപാട്. ഭരണകൂടത്തെ നമ്മൾ ഭരണകൂടമായി കാണണം, അല്ലാണ്ട് കേന്ദ്ര ഭരണകൂടത്തെ നമ്മൾ അതിങ്ങനെ വിമർശിക്കേണ്ട. അത് ചിലപ്പോൾ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ളവർ നമുക്കൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെ വരുന്ന ഒരു മാധ്യമ പ്രവർത്തനത്തെ ശരിയല്ല എന്നുള്ളത്. ഇപ്പോൾ GST എന്ന് പറഞ്ഞാൽ നമ്മളെ ബാധിക്കുന്ന ഇഷ്യൂ അല്ലേ. GST പറ്റി ഇപ്പോൾ കേരള മാധ്യമങ്ങളിൽ എത്ര സീരിയസ് ആയിട്ട് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ചാനൽസിലൊക്കെ വരുന്നു. അത് അറിയാഞ്ഞിട്ടല്ല. അപ്പോൾ പല മാധ്യമങ്ങളും ഇത് ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഇത് അപകടകരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നില്ലേ എന്നെനിക്കൊരു സംശയമുണ്ട്. മാധ്യമ പ്രവർത്തനത്തെ ഒരു റിപ്പോർട്ടിങ് അല്ല, ഇത് നടന്നു അതുകൊണ്ട് ശരിയല്ല, ഇത് ശരിയല്ല, അത് ശരി എന്ന് പറയുന്നതിനെക്കാട്ടിലും എങ്ങനെയാണിത് ഒരാളുടെ ജീവിതത്തെ മാറ്റുന്നത്, അത് ക്രിയേറ്റീവായിട്ട് എങ്ങനെ നമുക്കത് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റും. ആ ഒരു മാറ്റം വന്നാൽ, അങ്ങനെ ഒരു പുതിയ മാധ്യമ ശൈലി ഉണ്ടായില്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഭാവിയെ പറ്റി എനിക്ക് വലിയ ആശങ്കയുണ്ട്. മാധ്യമങ്ങളും ഭരണകൂടവും ഒരിക്കലും യോജിച്ചു പോകേണ്ടവരല്ല. സ്വാഭാവികമായും ഭരണകൂടത്തോട് മാധ്യമങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. അതിന് ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഭരണകൂടത്തെ നിശിതമായി വിമർശിക്കുന്ന മാധ്യമങ്ങളെ ശരിപ്പെടുത്താനും വേട്ടയാടാനും തുനിഞ്ഞിറങ്ങിയ ഭരണകൂടത്തിന്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് ഒരുപാട്. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ, കേരളത്തിൽ സമീപകാലത്ത് മാധ്യമങ്ങൾക്കെതിരായി എടുത്ത കേസുകൾ അത് പോക്സോ കേസിന്റെ പരിധിയിൽ വരുന്ന കേസുകൾ കൂടിയാണ്. അപ്പോൾ അത് റിപ്പോർട്ടിങ്ങിലെ നിയമവിരുദ്ധത ചൂണ്ടിക്കാട്ടി കൂടിയിട്ടാണ് അത്തരം കേസുകൾ വന്നത്. അതിനെ പക്ഷേ ആ മാധ്യമ സ്ഥാപനങ്ങൾ നേരിട്ടത്, പ്രതിരോധിച്ചത് ഭരണകൂട വേട്ടയാടൽ എന്ന വ്യാഖ്യാനം നൽകിക്കൊണ്ടാണ്. എന്താണ് ശരിക്കും ഭരണകൂട വേട്ടയാടൽ, അല്ലെങ്കിൽ ഇത്തരം റിപ്പോർട്ടിംഗ് രീതികൾ ആവർത്തിക്കുന്നതിന് പിന്നിലെ കാരണം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പോസ്കോ കേസാണ്, അത് ബാല കമ്മീഷനാണ് അത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അത് അത്ര വലിയൊരു കേസായിട്ടും തോന്നുന്നില്ല. എന്നാലും അതൊരു ഭരണകൂടം വേട്ടയാടുകയാണെന്ന് പറയുന്നത് ഇത്തിരി കൂടിപ്പോയില്ലേ എന്ന് സംശയമുണ്ട് എനിക്ക്. കാരണം ഭരണകൂടങ്ങൾ, ദ ലോ ഓഫ് ദ ലാൻഡിന് ഭരണകൂടങ്ങൾക്ക് അതിന് അനുയോജ്യമായിട്ട് പ്രവർത്തിക്കുകയല്ലേ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞത് ശരിയാണ്. ഭരണകൂടങ്ങളും മാധ്യമങ്ങൾക്ക് ഭരണകൂടങ്ങളോടൊരു വിപരീത നിലപാടാണ് വേണ്ടത് പൊതുവെ. അതുകൊണ്ട് ഭരണകൂടങ്ങളെ ആ രീതിയിൽ വിമർശിക്കുമ്പോൾ, ആവശ്യത്തിനും അത്യാവശ്യത്തിനും വിമർശിക്കുമ്പോൾ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഏത് ഭരണകൂടമായാലും അത് മാധ്യമങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം നമ്മൾ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ US പോലെ ഒരു ഫ്രീഡം ഓഫ് പ്രസ്, ഫസ്റ്റ് അമെൻമെൻറ്റ് പോലെ എന്തും പറയാമെന്നുള്ളൊരു സാഹചര്യം അല്ല ഇന്ത്യയിൽ എന്നാൽ പോലും മാധ്യമങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യമാണ് വേണ്ടത്, കുറവാണ് വേണ്ടതെന്നുള്ള വാദത്തിലേക്ക് അത് മാറാനുള്ളൊരു അപകടമുണ്ടെന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം മാധ്യമങ്ങളുടെ വിശ്വസനീയത അവർ തന്നെ അത് പ്രൊട്ടക്റ്റ് ചെയ്ത് പോകണമെങ്കിൽ അവർ ശ്രദ്ധിക്കണം. അതായത് ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാത്തിനും കാരണം ഭരണകൂടം ഞങ്ങളെ വേട്ടയാടുന്നു എന്ന് പറയുമ്പോൾ അത് പിന്നെ ജനങ്ങൾക്ക് അതൊരു ഒരു മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെ അത് ബാധിക്കുന്നുള്ളതാണ്. കേരളത്തിൽ ഈ പർട്ടിക്കുലർ കേസായിട്ടുള്ള പല മാധ്യമങ്ങളും ഞാൻ കാണുന്നത് മാധ്യമങ്ങൾ ഭരണകൂടങ്ങളെ വേട്ടയാടുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അതിൽ നമുക്കത് പരാതി പറയാനും പറ്റില്ല. പക്ഷെ അത് ജനങ്ങൾ, വായനക്കാർ, അല്ലെങ്കിൽ TV കാണുന്നവർ ഇതൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയും. അല്ലെങ്കിൽ ഈ ഭരണകൂടങ്ങൾ തിരിച്ചും എലക്ട് ചെയ്ത് വരില്ലല്ലോ. ഇപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഒരു രീതി നോക്കിയിട്ടുണ്ടെങ്കിൽ പല മാധ്യമങ്ങളും കൃത്യമായിട്ടൊരു ഭരണകൂടത്തിനൊരു എതിരായൊരു നിലപാടാണ് നിരന്തരം. പക്ഷെ അത് കേട്ടിട്ടും അത് കണ്ടിട്ടൊക്കെയാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ചില ഭരണകൂടങ്ങൾ വരാനേ സാധ്യതയില്ല എന്നുള്ളതാണ് സത്യം. ഈ റിപ്പോർട്ടിംഗ് രീതിയിലേക്ക് തന്നെ തിരിച്ചു വരുന്ന സമയത്ത് നിലവിൽ എന്താണ് ആ ഒരു റിപ്പോർട്ടിംഗ് രീതിയിലെ മാറ്റം എന്താണ്? അതായത് പ്രാഥമിക വിവരശേഖരണത്തിന് അപ്പുറത്തേക്ക് സംഭവങ്ങളെ ഇങ്ങനെ വിശദീകരിക്കുന്ന തരത്തിലേക്ക് നിലവിൽ റിപ്പോർട്ടിംഗ് മാറിയിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു ആരംഭം എവിടെ നിന്നാണ്? ഒരുപാട് കാലം ഒരു ചാനൽ മേധാവിയായിരുന്ന ഒരാളെന്ന നിലക്ക് നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം? ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ സാധാരണ രീതിയിൽ റിപ്പോർട്ടിംഗ് ആണ് ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ, എനിക്കൊന്ന് ഇന്ന് പ്രത്യേകിച്ചും ഒരു തൂണെന്ന് പറയാം. ദാറ്റ് ഇസ് എ സെൻട്രൽ പീസ്. കാരണം മറ്റ് കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാതിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ, അതിനെ പറ്റിയുള്ള വിശദീകരണം, കോമെൻറ്റ്,
അതൊക്കെ ഒരു ടേബിൾ ടോപ്പ് ജേർണലിസമാണ്. ഈ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽഡിൽ പോയി ഒരു കാര്യം കണ്ടുപിടിക്കുന്നു, അതിനെപ്പറ്റി നമ്മൾ നേരിട്ട് കാണുന്നത് അതേ ഒരു ഫെയ്ത്ത്ഫുള്ളായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ആ ഒരു ദൗത്യത്തിന് കൂടുതൽ ഇപ്പോൾ AI ഒക്കെ വരുമ്പോൾ മാധ്യമങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രം AI-നൊന്നും തൊടാൻ പറ്റില്ല. കാരണം ഇപ്പം നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന ഒരു കാര്യം AI-നൊരു പിടുത്തമില്ല എന്താണ്. ഒന്നിലും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും, എന്താ നമ്മൾ തമ്മിൽ നടന്നത്, അല്ലെങ്കിൽ ക്യാമറ റെക്കോർഡ് ചെയ്യുന്നു. അതിൽ AI-ക്ക് ഒരു വലിയ ഭാഗമൊന്നും വരില്ല. AI-ന് അത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല, നമ്മൾ എന്ത് ഫീഡ് കൊടുത്താലും. അപ്പോൾ റിപ്പോർട്ടിംഗ് ആണ് ഒറിജിനൽ മാധ്യമ പ്രവർത്തനം, പ്രത്യേകിച്ചും AI-യുടെ കാലഘട്ടത്തിൽ. ആ റിപ്പോർട്ടിങ്ങിൽ സംഭവിക്കുന്നത്, നമ്മളിപ്പോൾ സാധാരണ ഒരു എഡിറ്റോറിയൽ മീറ്റിംഗൊക്കെ നിങ്ങൾക്കറിയാം, നമ്മളൊരു സ്റ്റോറി മിസ് ചെയ്തു എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് എന്താണ് അതിൻ്റെ അർത്ഥം? ഇപ്പോൾ ലോകത്തിൽ ഒരു 10,000 ഒരു ദിവസം മില്യൺസ് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ് അല്ലേ, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് എടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ കൈകാര്യം ചെയ്യാൻ പറ്റില്ല ആർക്കും. അപ്പോൾ എൻ്റെ ചാനലിൽ അല്ലെങ്കിൽ എൻ്റെ പേപ്പറിൽ സ്റ്റോറി മിസ് ചെയ്തു എന്ന് പറയുമ്പോൾ വേറൊരു ചാനലിൽ ഉണ്ടായ ഒരു സ്റ്റോറി അല്ലെങ്കിൽ വേറൊരു പേപ്പറിൽ ഉണ്ടായ സ്റ്റോറി നമ്മുടെ ചാനലിൽ ഉണ്ടായില്ല, നമുക്കത് കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൽ നിന്നും ജേർണലിസ്റ്റ് എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മൾ സ്റ്റോറി മിസ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് നമ്മളും ചെയ്യണം അല്ലേ? അങ്ങനെയാണ് എല്ലാവരും കൂടി. ഇപ്പോൾ ന്യൂസ് അവറിൽ നോക്കിയാൽ എല്ലാവരും 3-4 സ്റ്റോറി എല്ലാവരും അത് തന്നെ ചെയ്തത്. അതുകൊണ്ടാണ് ഈ കൂടുതൽ വ്യാഖ്യാനങ്ങളും ചർച്ചകളും അതിനെപ്പറ്റി അത് ഊതി വീർപ്പിച്ച് ചിലപ്പോൾ ചെറിയൊരു വസ്തുതയായിരിക്കും അത് ഊതി വീർപ്പിച്ച് വലിയൊരു സംഭവമായിട്ട് മാറ്റുന്നതും ആ ഒരു പ്രവണത വരാൻ കാരണം തന്നെ ഈ മിസ്സിങ് ദ സ്റ്റോറി എന്നുള്ളൊരു ഭയം കൊണ്ടാണ് മാധ്യമപ്രവർത്തകരിൽ. നമുക്ക് ഈ സ്റ്റോറി മിസ് ചെയ്യാൻ പാടില്ല, അപ്പോൾ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന സ്റ്റോറീസ് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സ്ക്ലൂസീവ് ഓഫ് ആണെങ്കിൽ അത് വേറെ കാര്യം, അത് പ്രത്യേക സാഹചര്യമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രീതി. അതുകൊണ്ടൊരു പ്രസ് ക്ലബ് സിൻഡ്രോം എന്ന് പറയും. ഒരു പ്രസ് ക്ലബിൻ്റെ ഒരു സ്വഭാവം വരുന്ന ഒരു രീതിയിലാണ് റിപ്പോർട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സാധാരണ ഇത് ജനങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തിന് അത്യാവശ്യമായ അല്ലെങ്കിൽ ജനങ്ങൾക്കൊരു വ്യത്യസ്തപ്പെട്ട രീതിയിൽ അവരുടെ സ്ഥിതിയെ വിശദീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറീസ് അല്ല അധികവും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മറ്റുള്ളവർ ചെയ്യുന്നത് നമ്മൾ ഇത്തിരി കൂടി വണ്ണപ്പൻഷിപ്പാണ്. അപ്പോൾ ഇയാൾ ഒരു ഗസ്റ്റിനെ കൊണ്ട് നമ്മൾ 2 ഗസ്റ്റിനെ കൊണ്ടുവരും, വേറെ എന്തെങ്കിലും പറയും. അപ്പോൾ അങ്ങനെ പറ്റുമ്പോൾ ചിലപ്പോൾ സാധാരണ സ്റ്റോറീസ് അസാധാരണമായി നമ്മൾ മാറ്റിയെടുക്കുന്നു. ദി ഓർഡിനറി ഈസ് മെയ്ഡ് എക്സ്ട്രോർഡിനറി, ഇങ്ങനെയുള്ള റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു പ്രവണതയിൽ. അപ്പോൾ അത് സത്യത്തിന് വിരുദ്ധമായി മാറുന്നു എന്നുള്ളതാണ് ട്രൂത്ത്. നമ്മളൊരു വസ്തുത എടുത്തിട്ട് അതിന് ഒരുപാട് ഊതി വീർപ്പിച്ചാൽ അത് അസത്യമായി മാറും അതിന് ഒരു പരിധി കഴിഞ്ഞാൽ അല്ലേ. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത് മാധ്യമം, പ്രത്യേകിച്ചും ഈ ന്യൂസ് അവർ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ഒരു രീതി എല്ലാ മാധ്യമങ്ങളിലും വന്നതിന് ശേഷം സംഭവിച്ചതാണ്. ഈ ജനത്തെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറികൾ നിരന്തരം ആളുകൾ ശ്രമിക്കും. ഈ കിടമത്സരത്തിൻ്റെ റേറ്റിംഗ് കിടമത്സരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇത്തരം സാധനങ്ങൾ പ്രവണതകൾ അടുത്ത കാലത്തായിട്ടുണ്ട്. ഒപ്പം പക്ഷേ അതിനെ വിമർശിക്കുന്ന അതിൽ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകളോട് കാണാൻ ജനമുണ്ട്, ഞങ്ങളുടെ പരിപാടി ജനം കാണുന്നുണ്ട് എന്ന ന്യായത്തിൽ അത് വിശദീകരിക്കപ്പെടുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ അത് ശരിയാണോ? അത് പോപ്പുലറും പോപ്പുലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇംഗ്ലീഷിൽ പറഞ്ഞത്. അതായത് നമ്മൾ മാധ്യമങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ വായനക്കാർക്ക് മനസ്സിലാവണം, ആക്സസിബിൾ ആയിരിക്കണം. നമുക്ക് കഴിയുന്നതും എല്ലാ ഒരു റൗണ്ടഡ് ആയിട്ടൊരു നടക്കുന്ന കാര്യം അവർ നമ്മൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ്, മനസ്സിലാക്കുക എന്നുള്ളതാണ്. An informed citizenry is a basis of a good democracy. ജനങ്ങൾക്ക് കൂടുതൽ അറിവുള്ളപ്പോൾ അവരുടെ ചോയ്സസ്, ഡെമോക്രാറ്റിക് ചോയ്സസ്, അതിന് ആ ഒരു വ്യത്യാസം കാണും. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ആർ വി എനേബിളിംഗ് ദം ആസ് ഫ്രീ സിറ്റിസൻസ് എന്നുള്ള രീതിയിലാണ് ഇത് കാണേണ്ടത്. അപ്പം അതാണോ നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മൾ സ്വയം ചോദ്യം ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അല്ല പ്രവർത്തനം. അല്ലാതെ ഇതൊരു ഈ റേറ്റിങ്സിനായിട്ട് പ്രവർത്തിക്കുമ്പോൾ പറ്റുന്നത് അത് മാധ്യമ മേഖലയിൽ മാത്രമല്ല, പൊതുവേ സമൂഹത്തിൽ റേറ്റിംഗ്സ് മൈൻഡ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മളൊരു ബുക്ക് ഷോപ്പിൽ പോയാൽ ടോപ്പ് 100 എന്ന് പറഞ്ഞാൽ ആരോ റേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് ആരാ വായിച്ച് അതിനെപ്പറ്റി അതൊരു മാധ്യമ സ്റ്റോറിയാണ്. ആരാണ് ഈ ആദ്യത്തെ ഫസ്റ്റ് 10 ടോപ്പ് 10 അത് സെയിൽസിൻ്റെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ ക്രിട്ടിക്സിൻ്റെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണോ? ഇതിനെപ്പറ്റിയൊന്നും നമുക്കൊരു അറിവില്ല. ഇതൊക്കെയാണ് ശരിക്കും സ്റ്റോറി. അപ്പോൾ ഈ റേറ്റിംഗ്സ് വന്ന് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണകളാണ്, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പ്രവണതയാണ് റേറ്റിംഗ്സ് മൈൻഡ് സെറ്റ് എന്ന് പറയും.
അത് പുസ്തകങ്ങളുടെ മ്യൂസിക് ആണെങ്കിലും മ്യൂസിക് ഷോപ്പിൽ ഇപ്പോൾ ഇതാണ് ടോപ്പ് 10 ആൽബംസ് അല്ലെങ്കിൽ ടോപ്പ് 20 ആൽബംസ്. ഇതാരാണ് ഇത് ടോപ്പ് 20 ആക്കിയെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഇത് തന്നെ ഒരു കപട എന്താ പറഞ്ഞാൽ ഒരു 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 യാർഡ് സ്റ്റിക്കാണ്. തെറ്റായൊരു രീതിയിലാണിത് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് മാധ്യമങ്ങൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അപ്പോൾ റേറ്റിംഗ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്റ്റോറീസ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഒരു മെനു ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ന്യൂസ് ചാനലിൻ്റെയോ അല്ലെങ്കിൽ ഒരു പത്രത്തിൻ്റെയോ അത് ഇങ്ങനെ ഒരു പാളി പോകാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ഡെക്കാൻ ക്രോണിക്കിൻ്റെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ KJ ഒക്കെ പറയുണ്ടായി, അധമരസങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന സ്റ്റോറികൾ നിരന്തരം ചെയ്യുന്നു, പിന്നെ അതിലെ അനീതി ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നു, അതിലെ തെറ്റായ പ്രവണതകളെ അതേപടി റിപ്പോർട്ടിങ്ങിലേക്ക് കൊണ്ടുവരുന്നു എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് വിമർശനങ്ങൾ പല ദിക്കിൽ നിന്നും അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ സമാധി കേസുമായി ബന്ധപ്പെട്ടിട്ട് ഈ ചാനലുകൾ തുടക്കത്തിൽ അത് അന്ധവിശ്വാസമാണെന്നും ദുരൂഹതയിലെ സാധ്യതകൾ തേടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ അതൊരു മഹാസമാധിയായി അതിന് ഹൃഷ്യപീഠം ഒരുക്കി ഈ ഹിന്ദു ഐക്യവേദിയുടെയൊക്കെ RSSൻ്റെയൊക്കെ പിന്തുണയോടുകൂടി അത് ചെയ്യുമ്പോൾ അതിന് കൂടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊരു അവസ്ഥാവിശേഷം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു. അപ്പോൾ അതായത് ഒരു ശരി ഏതാണ് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു ബാധ്യത ഈ മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് അകന്നോ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനൊക്കെ ഇടയ്ക്ക് ഇവിടെയും ലോകത്തൊട്ടാകെ നമ്മുടെ ഈ ഐഡിയോളജിയിൽ നിന്നും ഐഡൻറ്റിറ്റിയിലേക്ക് മാറി നമ്മുടെ ഒരു അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം കോൾഡ് വാറിന് ശേഷം ഐഡിയോളജിക്ക് വലിയ പ്രസക്തി ഇല്ലാതെയായി. ക്യാപിറ്റലിസം ഇങ്ങനെ കുതിച്ച് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ സാധാരണ ക്യാപിറ്റലിസം ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം മാറി ഡിജിറ്റൽ ക്യാപിറ്റലിസമായി. ഇപ്പോൾ ഇലോൺ മസ്ക് ഒക്കെയാണ് നമ്മളെ ഭരിക്കുന്നത് ചുരുക്കത്തിൽ അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി പോളിറ്റിക്സ് ആണ് ഇപ്പോൾ എല്ലാവരും നമുക്കത് നമ്മുടെ ചുറ്റും കാണുമ്പോൾ അറിയാം. അത് റിലീജിയസ് ഐഡൻറ്റിറ്റി ആയിരിക്കാം, കാസ്റ്റ് ഐഡൻറ്റിറ്റി ആയിരിക്കാം, ജെൻഡർ ഐഡൻറ്റിറ്റി ആയിരിക്കാം, അല്ലേ അത്. അപ്പോൾ ഈ സ്വത്ത് അല്ലേ ഐഡൻറ്റിറ്റി എന്ന് സ്വത്ത് എന്നല്ലേ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു അഴിഞ്ഞാട്ടമാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി പോളിറ്റിക്സിന് കൈകാര്യം ചെയ്യാൻ മാധ്യമങ്ങൾക്ക് ഒന്ന് ഭയമുണ്ട്, രണ്ടാമത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു വൈരുദ്ധ്യങ്ങൾ കാണുന്നത്. അവർ തുടക്കത്തിൽ അത് വിമർശന രീതിയിൽ പോയിട്ട് അവസാനം അവർ തന്നെ അതിൻ്റെ ഒരു ആ പ്രോബ്ലത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സൊല്യൂഷന് പകരം നമ്മൾ ഇത് മീഡിയ ബിക്കംസ് എ പ്രോബ്ലം റാദർ ദാൻ പോസിബിൾ സൊല്യൂഷൻ എന്നുള്ള രീതിയിലേക്ക്. എന്നിട്ട് ആ ഒരു സ്ഥിതിയെ നമ്മൾ കൂടുതൽ വഷളാക്കുക എന്നുള്ള രീതിയിലേക്ക് അത് റിപ്പോർട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇപ്പം പ്രത്യേകിച്ചും ഹിന്ദുത്വയുടെ ഒരു അഴിഞ്ഞാട്ടം നടക്കുന്ന കാലഘട്ടത്തിൽ BJP RSSൻ്റെ ആ ഒരു സംസ്കാര ഭീഷണത്തിൻ്റെ ഒരു ആധിപത്യത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഇതാണ് മാധ്യമങ്ങളുടെ ഒരു ഒരു സാധാരണ രീതി. ഇതിനെ എതിർക്കാനുള്ള കരുത്തുണ്ടാവണമെങ്കിൽ അറിവുണ്ടായിരിക്കണം. ഇതെന്താണ് ഇവർ ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥകൾ. അല്ലാണ്ട് ഒരു അഭിപ്രായം പറഞ്ഞിട്ട് ഇത് കാര്യമില്ല. ഇത് ശരിയല്ല എന്ന് പറയാം, എന്തുകൊണ്ട് ശരിയല്ല എന്ന് നമ്മൾ കൃത്യമായിട്ടും പറയണം. സാധാരണക്കാർക്ക് നമ്മളെപ്പോലെ ഇപ്പോൾ മാധ്യമപ്രവർത്തനത്തിൽ പലരും ഐഡിയോളജൈസ് ആയിരിക്കും. ഇന്നത് ലെഫ്റ്റ് ആയിരിക്കാം, റൈറ്റ് ആയിരിക്കാം, സെൻട്രലായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് ഒരു ബാക്ക്ഡ്രോപ്പ് ഉണ്ടായിരിക്കാം. അതൊക്കെ സ്വാഭാവികമാണ്. അതാണ് ഒരു പ്ലൂറൽ മാധ്യമ ഒരു സാഹചര്യത്തിൻ്റെ ഒരു പ്രത്യേകത. അതിൽ തെറ്റില്ല. പക്ഷേ ജനങ്ങൾക്ക് ഇത് ശരിക്കും മനസ്സിലാക്കി കൊടുത്താൽ, സാധാരണക്കാർക്ക് ഇത് മനസ്സിലാക്കി കൊടുത്താൽ അത് വിഷമാണ്. അത് വളരെ അപകടകരമായ ഒരു രീതിയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ തമ്മിലുള്ള സൗഹാർദ്ദത്തെയൊക്കെ തകർത്ത് നമ്മുടെ ജീവിതം തന്നെ ഒരു നരകമാക്കുന്ന ഒരു രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കി കൊടുത്താൽ അപ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു മാധ്യമ പ്രവർത്തനം, അനുയോജ്യമായ മാധ്യമ പ്രവർത്തനം വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ 159-ാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് പ്രകാരം. അപ്പോൾ അങ്ങനെ പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തനം വേറെ തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളം അതിൽ നിന്ന് എങ്ങനെ വിഭിന്നമാകണമെന്നാണ് കേരളം വിഭിന്നമാകണം. കേരളത്തിനാണ് അതിൽ വിഭിന്നമാക്കി പുതിയൊരു മാതൃക കാണിച്ചു കൊടുക്കാനുള്ള സാധ്യത എൻ്റെ അഭിപ്രായം. കാരണം കേരളത്തിൽ എല്ലാവരും സാക്ഷരരാണ്, എല്ലാത്തിനെ പറ്റിയും സാമാന്യ അറിവുള്ളവരാണ് ഇവിടെ ആൾക്കാർ. മാധ്യമപ്രവർത്തകർ മാത്രമല്ല, പ്രേക്ഷകരും അതിൻ്റെ കൺസ്യൂമേഴ്സും സാധാരണ ഇവിടുത്തെ പൗരന്മാരും. അതുകൊണ്ട് കേരളത്തിൽ ഇത് ചെയ്യുമ്പോൾ അതിന് വേറൊരു അജണ്ടയുണ്ടെന്നുള്ളതാണ് അർത്ഥം. കാരണം അത് അറിയാഞ്ഞിട്ടല്ല. അപ്പോൾ പല മാധ്യമങ്ങളും ഇത് ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഇത് അപകടകരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നില്ലേ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം
അവർക്ക് ഭരണകൂടത്തെ പ്രീതിപ്പിക്കാനുള്ളൊരു ഒരു വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഇന്നത്തെ ഒരു സംസ്കാരത്തിൻ്റെ ആധിപത്യത്തിന് വഴങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരു രീതിയായിരിക്കാം. അതൊരു എഡിറ്റോറിയൽ സ്റ്റാൻസ് ആണോ, പ്രഖ്യാപിത എഡിറ്റോറിയൽ സ്റ്റാൻസ് ആണോ, അതൊക്കെ എല്ലാവരും ഉൾക്കൊണ്ട് സ്വയം ചെയ്യുന്നതാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് വളരെ അപകടകരമാണ്. കേരളത്തിലാണ് ഇതിൻ്റെ ഒരു കൃത്യമായിട്ടും ഇതിനെതിരായിട്ടുള്ളൊരു ഒരു മാധ്യമ പ്രവർത്തനം, ഒരു അഡ്വസേറിയൽ റോൾ, ഒരു ക്വസ്റ്റ്യനിങ്, ഒരു ഇൻ്ററഗേറ്റീവ് റോൾ ആയിട്ട് വരേണ്ടത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കലങ്ങി തെളിഞ്ഞ് വരുമ്പോൾ അത് അങ്ങനെ മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്ത്യയിലെ ഭരണകൂടത്തിനെതിരെ വിമർശിക്കുന്നതും കേരളത്തിലെ ഭരണകൂടത്തിനെ വിമർശിക്കുന്നത് രണ്ടും ഭരണകൂട വിമർശനമാണ്. യഥാർത്ഥത്തിൽ ഈ അനുപാതം കേരളത്തിലെ മാധ്യമങ്ങൾ ശരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ എന്ന് തോന്നിയിട്ടുണ്ടോ? കേരളത്തിലെ മാധ്യമങ്ങൾ കേന്ദ്ര ഭരണകൂടത്തെ വേണ്ട പോലെ വിമർശിക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടുത്തെ ഭരണകൂടത്തെ വിമർശിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസം. ഏത് ഭരണകൂടമായാലും വിമർശിക്കണം. ഭരണകൂടത്തെ നമ്മളെപ്പോഴും ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ആണല്ലോ. ഇൻവിജിലേറ്റിംഗ് ദ റൂൾ എന്നുള്ളത് മാധ്യമത്തിൻ്റെ ഒരു ദൗത്യമാണ്, ഒരു ധർമ്മമാണ്. പക്ഷേ ഇവിടെ നടക്കുന്നത് നമ്മുടെ സ്റ്റേറ്റിലെ ഭരണകൂടത്തെ വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ അവിടെ നടക്കുന്ന എന്താ പറയുക, ഇതിലും വളരെ വഷളായ ചിലപ്പോൾ അവരുടെ പോളിസീസ്, സെൻട്രൽ ഗവൺമെൻറ്, അതൊക്കെ നമ്മുടെ ജീവിതകാലം മുഴുവൻ എന്താ പറയുക ഒരു എഫക്റ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള പോളിസീസ്, എഡ്യൂക്കേഷനാണെങ്കിലും റിലീജിയസ് ഒരു ഭിന്നത ഉണ്ടാക്കുന്നതും പോളറൈസേഷൻ, ഇതിനൊക്കെ എതിരായിട്ട് എത്ര മാധ്യമങ്ങൾ വഴി എഴുതുന്നുണ്ട്. അത് ചിലരൊക്കെ എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിനെപ്പറ്റി എഴുതുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നില്ല. ഇപ്പോൾ GST എന്ന് പറഞ്ഞാൽ നമ്മളെ ബാധിക്കുന്ന ഇഷ്യൂ അല്ലേ. GST പറ്റി ഇപ്പോൾ കേരള മാധ്യമങ്ങളിൽ എത്ര സീരിയസ് ആയിട്ട് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ചാനൽസിലൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ എടുത്ത് പറയും. അതാണ് ഇപ്പോഴത്തെ ഒരു വൈരുദ്ധ്യം. ഭരണകൂടത്തെ നമ്മൾ ഭരണകൂടമായി കാണണം, അല്ലാണ്ട് കേന്ദ്ര ഭരണകൂടത്തെ നമ്മൾ അതിങ്ങനെ വിമർശിക്കേണ്ട. അത് ചിലപ്പോൾ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. അതുകൊണ്ട് ഇവിടെയുള്ളവർ നമുക്കൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെ വരുന്ന ഒരു മാധ്യമ പ്രവർത്തനത്തെ ശരിയല്ല എന്നുള്ളതാണ്. ഏതായാലും അതായത് ശരിയായൊരു മാധ്യമ പ്രവർത്തനം, അനീതിക്കെതിരെ അല്ലെങ്കിൽ ശരി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വലിയൊരു സാധ്യതയാണല്ലോ ഈ മാധ്യമ പ്രവർത്തനം. അത് അങ്ങനെ തന്നെ നിലനിർത്താൻ സാറിന് എന്താ, ഒരു ചാനൽ മേധാവിയായി കുറേ കാലം പ്രവർത്തിച്ചൊരു അനുഭവത്തിലും ഈ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലക്കും അങ്ങനെ ഒരു എന്താണ് അതിൽ നിർദ്ദേശിക്കാനുള്ളത്? എനിക്ക് തോന്നുന്നത് മാധ്യമ പ്രവർത്തനത്തിൻ്റെ നമ്മളെ ഒരു ഒതുങ്ങിയ രീതിയിൽ പണ്ടത്തെ ഒരു ജേർണലിസം എന്ന രീതിയിൽ കണ്ടിട്ട് കാര്യമില്ല. ഒരു ജേർണലിസം 2.0 മാറണം. പുതിയൊരു ജേർണലിസം, പുതിയൊരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു നവോത്ഥാന രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം. അതിൽ എനിക്ക് തോന്നുന്നു ചില OTT പ്ലാറ്റ്ഫോംസിലൊക്കെ വരുന്ന ചില സീരിയൽസൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സിനിമകൾ, ചെറുപ്പക്കാർ കേരളത്തിൽ, അതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ അതൊക്കെ നമ്മളുടെ മാധ്യമ പ്രവർത്തനത്തെക്കാട്ടും വളരെ എന്താ പറയുക വാലിഡ് ആയിട്ടുള്ള ചില അതിൽ നിന്ന് നമുക്കൊരു ഒരു സത്യാവസ്ഥ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാൾ മാർക്സ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ചാൾസ് ഡിക്കൻസിൻ്റെ നോവൽസാണ് തോമസ് മാൽത്തൂസ്. അന്ന് തോമസ് മാൽത്തൂസ് ആണ് അറിയപ്പെടുന്ന വലിയ ഇക്കോണമിസ്റ്റ്. മാൽത്തൂസിനെക്കാട്ടിലും കൂടുതൽ ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഡിക്കൻസിൻ്റെ നോവൽസ് വായിക്കുക എന്നുള്ളത്. കാരണം ആ നോവൽസിൽ സമകാലീന സമൂഹ പ്രശ്നങ്ങളെപ്പറ്റി കൃത്യമായിട്ടും ഭംഗിയായിട്ടും എല്ലാവർക്കും ഉൾക്കൊണ്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ മാധ്യമ പ്രവർത്തനത്തെ ഒരു റിപ്പോർട്ടിങ്, അല്ലെങ്കിൽ ഇത് നടന്നു, അതുകൊണ്ട് ശരിയല്ല, ഇത് ശരിയല്ല, അത് ശരി എന്ന് പറയുന്നതിനെക്കാട്ടിലും എങ്ങനെയാണ് ഇത് ഒരാളുടെ ജീവിതത്തെ മാറ്റുന്നത്, അത് ക്രിയേറ്റീവായിട്ട് എങ്ങനെ നമുക്കത് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റും. ആ ഒരു മാറ്റം വന്നാൽ, അങ്ങനെ ഒരു പുതിയ മാധ്യമ ശൈലി ഉണ്ടായില്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഭാവിയെപ്പറ്റി എനിക്ക് വലിയ ആശങ്ക. പ്രത്യേകിച്ചും കേരളത്തിൽ നമുക്കത് ചെയ്ത് കാണിക്കാൻ പറ്റും. കേരളത്തിൻ്റെ പ്രത്യേകത ഒരു ഹോമോജീനിയസ്, ഈ പറഞ്ഞ പോലെ എല്ലാവരും അവയർനെസ് വളരെ ഹൈ ആയതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ ഒരു മാതൃകയായി നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ഇവിടെ ഇവിടുത്തെ ജനങ്ങൾ വ്യത്യസ്തപ്പെട്ടവരാണ്. ഇവിടെ പുതിയ കാര്യങ്ങൾ സ്വീകരിക്കാനുള്ളൊരു മനസ്ഥിതിയുണ്ട്. അതിന് വേണ്ട ഒരു ബേസിക് അറിവുണ്ട്. അതിൻ്റെ ഒരു കാര്യങ്ങളെപ്പറ്റി അവർ ബോധ്യമുള്ളവരാണ്. അതുകൊണ്ട് ദിസ് ഈസ് ആക്ച്വലി ഇപ്പോൾ ഒരു ക്രൂസിബിൾ, എന്താ പറയുക, ഒരു ടെസ്റ്റ് മാർക്കറ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റേറ്റ് ആണെന്ന്. കാരണം ഇവിടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഉണ്ട്, മാറിവിടുന്ന ഗവൺമെൻറ്റ്സ് പോലും ആ ഒരു പ്രോഗ്രസീവ് നേച്ചർ ഇവിടെ ഏത് ഗവൺമെൻറ്റിനും ഉണ്ടാവും. അത് മാറ്റി ഇപ്പോൾ RS BJP വന്നാൽ അത് മാറും. അത് അടുത്ത കാലത്ത് നടക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പുതിയ ഒരു മാധ്യമ എന്താ പറയുക ശൈലിക്കുള്ള എന്താ പറയുക ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ നൽകാൻ സാധ്യതയുണ്ടെന്നാണ് വിശ്വാസം.